വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഓട്ടോ ക്യാഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GUI? GUI നമുക്ക് എന്താണെന്ന് അറിയാം. നമ്മുടെ ഓട്ടോ ക്യാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ഫുൾ സ്ക്രീനില്ലേ, ആ സ്ക്രീൻ ഇൻക്ലൂഡഡ് വർക്ക് സ്പേസ് ഒക്കെ ഉള്ളതും ടൂൾ ബാർസ് ഒക്കെ ഉള്ള ആ ഒരു സ്ക്രീനിനെയാണ് നമ്മൾ GUI എന്ന് പറയുന്നത്. അപ്പോൾ GUIയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, graphical user interface. Second question, what is the use of function key F8 in AutoCAD? F8 ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓർത്തോ. What is the use of shortcut key M-text? M-textൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. മൾട്ടി ടെസ്റ്റിൻ്റെതാണ് M-text. Which shortcut key does the work of redo last action? റീഡു ആണ് പറഞ്ഞിരിക്കുന്നത്. റീഡു Ctrl+Y. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ കമാൻഡ് യൂസ്ഡ് ഇൻ AutoCAD ടു erase എ പാർട്ട് ഓഫ് ആൻ ഒബ്ജെക്റ്റ് ബിറ്റ്വീൻ 2 points ഈസ് കോൾഡ്. erase എ പാർട്ട് ഓഫ് ആൻ ഒബ്ജെക്റ്റ് ബിറ്റ്വീൻ 2 points ഈസ് കോൾഡ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാം. ആൻസർ വരുന്നത് ബ്രേക്ക് ആണ്. എടുത്ത് പറഞ്ഞിട്ടുണ്ട് 2 pointsൻ്റെ ഇടയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 2 points അതിൻ്റെ ഇടയിലുള്ളതാണ് എറേസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ നമുക്ക് എന്തേ വരത്തുള്ളൂ? ബ്രേക്കേ വരത്തുള്ളൂ. പിന്നെ ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഡൗട്ടൊന്നും തോന്നില്ല. ചാംഫർ, എക്സ്റ്റെൻഡ്, മിറർ, ബ്രേക്ക്. ചാംഫർ എന്ന് പറയുമ്പോഴത്തേക്കും ബിവൾഡ് എഡ്ജ് ആക്കാൻ വേണ്ടിയിട്ട്, എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, മിറർ എന്ന് പറയുമ്പോൾ സിമെട്രിക്കൽ ഒബ്ജക്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഡൗട്ട് തോന്നില്ല. പക്ഷേ എറേസും ട്രിമ്മും ഒക്കെ തന്നിരുന്നാൽ കൺഫ്യൂഷൻ ആവരുത്. നമ്മുടെ ആൻസർ ബ്രേക്കാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇൻ AutoCAD എഫക്റ്റീവ് ഡയമീറ്റർ ഓഫ് ദ കഴ്സർ ഓൺ ദ സ്ക്രീൻ ഈസ് കോൾഡ്. എന്താണ്? ഓപ്ഷൻ എ തന്നെയാണ്, അപ്പർച്ചർ. സെവൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഷോർട്ട് കട്ട് കീ M? എമ്മിൻ്റെതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ മൂവ് ആണ്. ശ്രദ്ധിക്കുക, എം മൂവ് ആണ്. മിററിൽ MI ആണ് വരുന്നത്. ഇത് മാറിപ്പോവരുത്. എയ്ത്ത് വൺ, ഇൻ AutoCAD സ്റ്റാറ്റസ് ബാർ ഡസ് നോട്ട് കണ്ടെയ്ൻ. സ്റ്റാറ്റസ് ബാറിൽ ഇതിൽ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരേ ഒരു കാര്യം റൈസ് ആണ്. ബാക്കി സ്നാപ്പ്, ഗ്രിഡ്, പോളാറൊക്കെ സ്റ്റാറ്റസ് ബാറിൽ വരുന്നതാണ്. അപ്പം ഇല്ലാത്തത് റൈസ് മാത്രമേ ഉള്ളൂ. ദ ഫില്ലറ്റ് കമാൻഡ് ഇൻ AutoCAD ക്രിയേറ്റ്സ്. ഫില്ലറ്റ് എന്ന് പറയുമ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് ഫില്ലറ്റ് യൂസ് ചെയ്യുന്നത് റൗണ്ട് കോർണേഴ്സിനാണ്. ഈ ഷാർപ്പ് എഡ്ജസിനെ റൗണ്ടഡ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫില്ലറ്റ് കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. 10th question, which command creates line that extends infinity in both direction? രണ്ട് ഡയറക്ഷനും ഇൻഫിനിറ്റി ആണെങ്കിൽ അതിന് നമ്മൾ എക്സ് ലൈൻ എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫംഗ്ഷൻ കീ F3? F3 എന്ന് പറയുന്നത് എന്താണ്? O snap ആണ് വരുന്നത്. F3 O snap. 12th one, which command create new objects parallel to the original objects? ആൻസർ പാരലൽ ആണ് പറഞ്ഞിരിക്കുന്നത്. ദ ഒറിജിനൽ ഒബ്ജെക്ട്സ്. ഓപ്ഷൻ ബി, ഓഫ്സെറ്റ്. വിച്ച് കമാൻഡ് ചേഞ്ച് ഹെയർ കേഴ്സർ ടു ഹാൻഡ് കേഴ്സർ? ഹെയർ കേഴ്സറിൽ നിന്ന് ഹാൻഡ് കേഴ്സറിലോട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഏതാണ്? പാൻ ആണ്. ആ കൈയുടെ ആ ഒരു ഷേപ്പ് വരുന്നത് പാൻ കൊടുക്കുമ്പോഴാണ്. ദ കമാൻഡ് യൂസ്ഡ് ടു ഡ്രോ സോളിഡ് സർക്കിൾ. സോളിഡ് സർക്കിൾ വരയ്ക്കാൻ നമ്മൾ കൊടുക്കുന്നത് ഡോണട്ട്. കമാൻഡ് യൂസ്ഡ് ടു ഡ്യൂപ്ലിക്കേറ്റ് എക്സിസ്റ്റിംഗ് ഒബ്ജെക്റ്റ് ഇൻ സർക്കുലാർ പാറ്റേൺ. സർക്കുലാർ പാറ്റേണിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് അറേയാണ്. അറേ 3 രീതിയിൽ പറയുന്നുണ്ട്. റെക്റ്റാങ്കുലർ ഉണ്ട്, സർക്കുലർ ഉണ്ട്, പാത്ത് അറേ ഉണ്ട്. സർക്കുലാറിനെ നമ്മൾ പോളാർ അറേ എന്നൂടെ പറയുന്നുണ്ട്. 16th one, ഷോർട്ട് കട്ട് കീ ഓഫ് ദ കമാൻഡ് എക്സ്പ്ലോഡ്. എക്സ്പ്ലോഡിൻ്റെത് എക്സ് ആണ്. 17th question, in AutoCAD, the method for indicating point locations using existing drawing object and reference is called. ആൻസർ വരുന്നത് ഒബ്ജക്റ്റ് സ്നാപ്പ് ആണ്. ഓക്കെ, ലൊക്കേഷൻ യൂസിങ് എക്സിസ്റ്റിംഗ് ഡ്രോയിങ് ആണ്. ദെൻ ഒബ്ജക്റ്റ് ആസ് റെഫറൻസ് ഈസ് കോൾഡ് ഈസ് ഒബ്ജക്റ്റ് സ്നാപ്പ്. 18th question, command used to enlarge or reduce the object. Answer, scale. Scale command can be accessed easily by SC. Option C ആണ്. 20th, dash is used to obtain parallel lines, concentric circle and parallel curves. അവിടെ ഹൈലൈറ്റ് ചെയ്ത് പാരലൽ എന്ന് പറയുന്നൊരു ടേം പറഞ്ഞിട്ടുണ്ട്. ദ ആൻസർ ഈസ് ഓഫ്സെറ്റ്. 21, എക്സ്റ്റൻഷൻ ഫയൽ ഓഫ് CAD. CADൻ്റെ എക്സ്റ്റൻഷൻ ഫയലാണ്
സ്റ്റാൻഡേർഡ് എക്സ്റ്റൻഷൻ ഫയൽ എന്ന് പറയുന്നത് .dwg ആണ്. 22nd question, which of the following key toggles between drawing screen to text screen? Drawing screen to text screen, option D ആണ് F2. 23rd, which command is used to partly erase an object? Partly erase an object ആണ്. ആൻസർ വരുന്നത് partly ആയതുകൊണ്ട് തന്നെ trim ആണ്. How many grid points does a rectangle have? Rectangle എത്ര ഗ്രിഡ് പോയിന്റ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രിഡ് അല്ലെങ്കിൽ കൺട്രോൾ പോയിന്റ് എന്ന് ചോദിച്ചാൽ 8 എണ്ണമാണ്. ഇതിപ്പോൾ റെക്റ്റാങ്കിൾ ആണെങ്കിൽ 1 2 3 4 5 6 7 8 ഈ ഒരു രീതിയിലാണ് 8 എണ്ണം വരുന്നത്. 4 കോർണേഴ്സിലും ബാക്കി സെൻറ്റേഴ്സിലും. ഓക്കെ, കോമൺ സെൻറ്ററിൽ ഇല്ല. വിച്ച് കമാൻഡ് കൺവേർട്ട് ഡിസ്ക്രീറ്റ് ഒബ്ജക്റ്റ് ഇൻ ടു പോളിലൈൻ? ആൻസർ വരുന്നത് ജോയിൻ ആണ്. ഡിസ്ക്രീറ്റ് ലൈൻ ഒബ്ജക്ട്സ് ഇൻ ടു പോളിലൈൻ. 26th question, which AutoCAD command will determine precisely the volume of complex or simplex 3D solid part? Answer mass prop ആണ്. 27 AutoCAD at all objects are drawn on the നമ്മുടെ എല്ലാ ഒബ്ജക്ട്സും ഡ്രോ ചെയ്യുന്ന കമാൻഡ് പ്ലെയിന് കമാൻഡ് അല്ല പ്ലെയിന് XY പ്ലെയിൻ ആണ്. 28 what is the functions of the OSNAP command in AutoCAD? To lock the cursor to specific point on object, to apply a grid to the drawing area, to automatically save the drawing, to specify the drawing unit. Answer option A ആണ്. Objects OSNAP യൂസ് ചെയ്യുന്നത് lock the cursor to specific point on object. How many grid points does a circle have? സർക്കിളിന് എത്ര ഗ്രിഡ് പോയിന്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 5 ആണ്. ഇതൊരു സർക്കിൾ ആണെങ്കിൽ ഈ രീതിയിലാണ് അതിൻ്റെ ഗ്രിഡ് പോയിന്റ്സ് വരുന്നത്. സെയിം തന്നെ ആയിരിക്കും എലിപ്സിനും. 13th question, what is the purpose of the trim command in AutoCAD? AutoCADിലെ trim command ആണ് ചോദിച്ചിരിക്കുന്നത്. Options: to stretch an object, to remove excess part of object, to create a mirror image of an object, the round of the corner of the object. ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. B തന്നെ, to remove excess part of object. 31st question, how do you create an array of object in AutoCAD? Using the copy command, using the array command, using the mirror command, using the block command. Simple ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. Using the array command. 32nd question, what is the purpose of the UCS command in AutoCAD? അപ്പോൾ UCS എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. UCS എന്ന് പറയുന്ന യൂസർ കോർഡിനേറ്റഡ് സിസ്റ്റം ആണ്. യൂസർ കോർഡിനേറ്റ് സിസ്റ്റം അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഓപ്ഷൻ സി, ടു ഡിഫൈൻ എ കസ്റ്റം കോർഡിനേറ്റ് സിസ്റ്റം. ടു ഡിഫൈൻ എ കസ്റ്റം കോർഡിനേറ്റ് സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫംഗ്ഷൻ കീ FI ഇൻ AutoCAD? FI ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, ഐസോപ്ലെയിൻ. ദെൻ ഷോർട്ട് കട്ട് കീ ഫോർ ദ കമാൻഡ് കൺസ്ട്രക്ഷൻ ലൈൻ. കൺസ്ട്രക്ഷൻ ലൈൻ XL. Origin of the AutoCAD drawing space is 00100111. Origin 00 ആണ്. In AutoCAD the number of workspace 3 ആണ് വരുന്നത്. 3D basics, 3D modeling, drafting and annotation ആണ് workspace വരുന്നത്. 37th question, how will you create a line representing length 50 unit? ശ്രദ്ധിക്കുക, എത്രയാണ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് ആണ് 15 യൂണിറ്റ് എന്ന് തന്നിരിക്കുന്നത്. അറ്റ് ആൻ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആൻഡ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് ദ ലൈൻ ഈസ് നോട്ട് അറ്റ് ദി ഒറിജിൻ. ഡിസ്റ്റൻസും ആംഗിളും തന്നിട്ടുണ്ട്. സോ അപ്പം പോളാർ കോർഡിനേറ്റ് ബേസിസിലായിരിക്കും നമ്മളിത് ചെയ്യേണ്ടത്. എങ്ങനെ എഴുതും നമ്മൾ? അറ്റ് ഡിസ്റ്റൻസ് ആദ്യം എഴുതുക, ദെൻ ആംഗിൾ എഴുതുക. അപ്പോൾ അറ്റ് 15 ലെസ് ദാൻ 30 ഇതല്ലേ നമുക്ക് ആൻസർ വരുന്ന. ആൻസർ എത്രയാണ്? അറ്റ് 15 ലെസ് ദാൻ 30, ഓപ്ഷൻ ഡി.